ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കടലൂർ എന്ന സ്ഥലത്ത്, കടലൂർ എന്ന ജില്ലയാണ്, ആ ജില്ലയിൽ ചിദംബരം എന്ന സ്ഥലത്തിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് പിച്ചാവരം. ഒരു ഗ്രാമമാണ്. ഞാനിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞ കായലുകളിലൂടെ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ വന്ന സമയത്ത് കണ്ട കാഴ്ചയാണിത്. ഇവിടുത്തെ ആളുകളെല്ലാം ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നാട്ടിൻപുറങ്ങളിലെ കാഴ്ചകൾ കുറേ കാണാൻ പറ്റും. ഞാൻ രാവിലെ കണ്ടത് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതും വണ്ടി നിർത്തിയിട്ട് ആണ് ഭക്ഷണം കൊടുക്കുന്നത്. അതിനുശേഷം നല്ല കാഴ്ചയാണ്. നമ്മുടെ ആലപ്പുഴ കായലിൻ്റെ സ്ഥലത്തൊക്കെ കാണുന്ന സ്ഥലങ്ങൾ പോലെ ബോട്ടുകൾ ഒരുപാട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊന്നുമില്ല, നല്ല വെള്ളം ആണ്. നമ്മൾ ആലപ്പി പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര സ്മെല്ലായിരിക്കും ചുറ്റിനും കായലിൻ്റെ. പക്ഷെ ഇവിടെ സ്മെല്ലൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ സൈഡ് വക്കിനൊക്കെ കുറേ ആൾക്കാർ മീനുകൾ ഉണക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ പോകുന്ന പോക്കിന് തന്നെ. എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് കോർട്ടാണ്, ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കുന്ന കോർട്ടാണ്. അവർ ഇവിടുന്ന് നേരെ അപ്പുറം കടന്ന് അവിടെ നിന്നാണ് ക്രിക്കറ്റ് കളിക്കുക. പിന്നെ കുറേ ആളുകൾ മീനിന് വലയിടാൻ വേണ്ടിയിട്ടും അതേപോലെ മീൻ തോണി ആശ്രയിക്കുന്ന കുറേ മത്സ്യബന്ധനക്കാർ അവരെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ചെമ്മീൻ ഉണക്കിയത്, ഓരോ മീനുകൾ ഉണക്കിയിട്ടാണ് ഇവരിങ്ങനെ അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും, അവർ വിൽപ്പനക്ക് വെക്കും. അതേപോലെ ഇവിടെ അടുത്ത് പറയാൻ പറ്റിയ ഹോട്ടലുകളൊന്നും ഇല്ല. ഹോട്ടൽ ഉണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയുള്ള ഹോട്ടലാണ്. നല്ല എന്താ പറയുക, നല്ല നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ്, നല്ല നല്ല അടിപൊളി എന്താ പറയുക ഉഴുന്ന് വട, അതേപോലെ പിന്നെ ദോശയാവട്ടെ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടേതായ നല്ല ഒരുപാട് കൂട്ടുകളൊന്നും ഇല്ലാത്ത ഇതാണ്. അപ്പോൾ ഇതാണ് പിച്ചാവരം കായലിൻ്റെ ഓരോ ഫോട്ടോസ് ഞാൻ എടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ പോകുമ്പം തന്നെ. അതായത് ഈ പിച്ചാവരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഉള്ള കായലാണിത്. ചുറ്റിനും കായലാണ്. നമ്മളിപ്പം പോകുന്നത് ഒരു മണിക്കൂർ നേരത്തേക്കാണ്. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും ഞാൻ ഫുൾ എടുത്തിട്ടില്ല. കുറേ സമയം നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരോട് കുറച്ച് സംസാരിച്ചിരുന്നു. അതേപോലെ ചുറ്റിനുള്ള ഒരു ഫ്രണ്ടായിരുന്നു, അവൻ വന്നത് ലക്നൗവിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി എൻ്റെ കൂടെ വന്നതാണ്. ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ പോണ്ടിച്ചേരി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നല്ലൊരു ഫ്രണ്ട്ലി ആയി. അതേപോലെ നമ്മളിപ്പോൾ സംസാരിക്കാനും അവൻ കുറേ സ്ഥലങ്ങൾ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ആ ചേട്ടൻ നിന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ചുറ്റിനും ഇതാക്കുക, അത് കാണാൻ തന്നെ നല്ല കാഴ്ചയാണ്. പിന്നെ നമുക്ക് പുള്ളി നല്ല കംഫർട്ടായിരുന്നു. അതായത് നമ്മളോട് നല്ല സംസാരിക്കലും. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾ ജാക്കറ്റൊക്കെ അങ്ങ് ഊരിയിട്ടുണ്ടായിരുന്നു, നമുക്ക് സുരക്ഷയ്ക്ക് വേണ്ടി തന്ന്. കാരണം അയാൾ പറഞ്ഞു നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അപ്പം നീന്തറിയാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം. അങ്ങനെ അതിന് ശേഷം അത് ജാക്കറ്റൊക്കെ ഊരി അയാൾ നമ്മളെ കോൺഫിഡൻ്റ് ആക്കി നമ്മളെ കൊണ്ടുപോവുകയാണ്. അയാളെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മടുപ്പില്ലാണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാണ്. ഞാൻ ചോദിച്ചു ഞങ്ങളും കൂടി തരണോ, വേണ്ട ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത്, ഇത് ഒരാൾക്ക് പോവുകയാണെങ്കിൽ 500 രൂപ കൊടുക്കണം. ഞങ്ങൾ 4 ആളാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം ഞങ്ങൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 125. പിന്നെ ഉള്ളത് ഒരു 10 രൂപ അങ്ങനെയാണ്. അങ്ങനെ അത്രയേ പൈസ ആയിട്ടുള്ളൂ. അത് നമുക്ക് നല്ല കിട്ടലാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ 500 രൂപ കൊടുത്തിട്ട് ഒറ്റക്ക് വണ്ടിയും പിടിച്ച് പോകേണ്ടി വരും. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഇക്കാനെ കിട്ടി. അവിടുന്ന് ഇക്കാൻ്റെ ഫാമിലി ഒരാളും കൂടി വൈഫും ഉണ്ടായിരുന്നു. കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലക്നൗവിലെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ
നമ്മുടെ നീർക്കാക്കയല്ലേ മീനെ പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നീർക്കാക്കൊന്നും ഞങ്ങളുടെ നാട്ടിലെ നീർക്കാക്കയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ പോക്കായിരിക്കും, പേടിയില്ലാണ്ട്. ഇവിടെയാണെങ്കിൽ നീർക്കാക്ക ഞങ്ങളെയും മെയിൻ ചെയ്യുന്നില്ല, ഞങ്ങൾ അവരെ മെയിൻ ചെയ്യുന്നു, അവർ മെയിൻ്റെ ആക്കൊന്നുമില്ല. അവരവരെ പണിയെടുക്കുന്നു, ഒരു പേടിയും ഇല്ലാണ്ട്. ആയിരിക്കും എന്താ പറയുക, ഒന്നാമത് നമ്മുടെ നാട്ടിലൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനെ പുറത്ത് വിടൂലെന്ന്, അത് നല്ല ഫ്രീ ആക്കാനുള്ള കാഴ്ചപ്പാടിൽ. ഇതാകുമ്പോൾ ഇതിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ പോയ സമയത്തുള്ള കാഴ്ചയാണ്. ചുറ്റിനും നല്ല രസമാണ് കാണാൻ. യാത്ര തന്നെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. മൂപ്പരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യും, സംസാരിക്കും, കുറേ ഫോട്ടോ എടുക്കും. മൂപ്പര് ഞങ്ങളോട് നിങ്ങളെവിടെയാണ് സ്ഥലം, നിങ്ങളെന്താ ചെയ്യുന്നത്, അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ജനങ്ങൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണെന്ന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. മൂപ്പരാണ് ഞങ്ങളോട് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുള്ളത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലൊരു കായലാണ്. അതിന് ശേഷം വരുന്നത് ഇതാണെന്നാണ് പറഞ്ഞത്. മൂപ്പരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മൂപ്പരിങ്ങനെ കാലിന് ചെറിയൊരു അടിയെല്ലാം കിട്ടിയിട്ട്, അത് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നങ്ങാറ്റം വീണിട്ട് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വകവെക്കാതെ അവർ ഒരുപാട് സ്പീഡിൽ തുഴയുന്നുണ്ട്, നല്ല ശക്തിയായ രീതിയിൽ തന്നെ. അതിന് ശേഷം മൂപ്പര് തളർന്നതിന് ശേഷം കുറച്ചവിടെ വണ്ടി അങ്ങനെ തന്നെ സ്റ്റോപ്പാക്കി വെച്ച്, ഒരു എന്താ പറയുക, മരം പിടിച്ചിട്ട്. അപ്പം അങ്ങനെ റെസ്റ്റ് കിട്ടി കുറച്ച് സമയം ആ കായലിൻ്റെ അകത്ത്. അപ്പോൾ പോകുന്നവർ നല്ല വണ്ടിയൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും.